ഗാന്ധിജി ജനിച്ച വർഷം? ഗാന്ധിജി ജനിച്ച വർഷം. ഉത്തരം 1869 ഒക്ടോബർ 2. 1869 ഒക്ടോബർ 2 മഹാത്മാഗാന്ധി ജനിച്ചത്. ഗാന്ധിജിയുടെ ആദ്യ സത്യാഗ്രഹം എവിടെയായിരുന്നു? ഗാന്ധിജിയുടെ ആദ്യ സത്യാഗ്രഹം എവിടെ ആയിരുന്നു? ഉത്തരം 1906 സെപ്റ്റംബറിൽ ദക്ഷിണാഫ്രിക്കയിൽ. ഗാന്ധിജിയുടെ ആദ്യ സത്യാഗ്രഹം എവിടെയായിരുന്നു? 1906 ദക്ഷിണാഫ്രിക്കയിലാണ് ഗാന്ധിജിയുടെ ആദ്യ സത്യാഗ്രഹം നടന്നത്. ഗാന്ധിജി ആദ്യമായി ജയിലിൽ അടക്കപ്പെട്ടത് എപ്പോഴാണ്? ഗാന്ധിജി ആദ്യമായി ജയിലിലാക്കപ്പെട്ടത് എപ്പോഴാണ്? ഉത്തരം 1908 ഗാന്ധിജി ആദ്യമായി ജയിലിലാക്കപ്പെട്ടത് 1908 അത് ദക്ഷിണാഫ്രിക്കയിലെ ജോഹന്നാസ്ബർഗിലാണ്. ദക്ഷിണാഫ്രിക്കയിലെ ജോഹന്നാസ്ബർഗിൽ. അടുത്ത ചോദ്യം, വർണ്ണ വിവേചനത്തിന്റെ പേരിൽ ഗാന്ധിജി അധിക്ഷേപിക്കപ്പെടുകയും ട്രെയിനിൽ നിന്ന് പുറത്താക്കപ്പെടുകയും ചെയ്ത റെയിൽവേ സ്റ്റേഷൻ. വർണ്ണ വിവേചനത്തിന്റെ പേരിൽ ഗാന്ധിജി അധിക്ഷേപിക്കപ്പെടുകയും ട്രെയിനിൽ നിന്ന് പുറത്താക്കപ്പെടുകയും ചെയ്ത റെയിൽവേ സ്റ്റേഷൻ ഏതാണ്? ഉത്തരം പീറ്റർ മാരിറ്റ്സ്ബർഗ്. പീറ്റർ മാരിറ്റ്സ്ബർഗ് ദക്ഷിണാഫ്രിക്കയിലാണ് പീറ്റർ മാരിറ്റ്സ്ബർഗ് എന്ന റെയിൽവേ സ്റ്റേഷൻ. അടുത്ത ചോദ്യം, ദക്ഷിണാഫ്രിക്കയിൽ ഗാന്ധിജി ടോൾസ്റ്റോയ് ഫാം ആശ്രമം സ്ഥാപിച്ച വർഷം? ദക്ഷിണാഫ്രിക്കയിൽ ഗാന്ധിജി ടോൾസ്റ്റോയ് ഫാം ആശ്രമം സ്ഥാപിച്ച വർഷം അറിയാമോ? ഉത്തരം 1910 1910 ദക്ഷിണാഫ്രിക്കയിൽ ഗാന്ധിജി ടോൾസ്റ്റോയ് ഫാം ആശ്രമം സ്ഥാപിച്ചത്. അടുത്ത ചോദ്യം ഇതാണ്, ഗാന്ധിജി ഫിനിക്സ് സെറ്റിൽമെന്റ് ആരംഭിച്ചത് എവിടെ? ഗാന്ധിജി ഫിനിക്സ് സെറ്റിൽമെന്റ് ആരംഭിച്ചത് എവിടെയാണ്? ഉത്തരം ഡർബനിലാണ്. ദക്ഷിണാഫ്രിക്കയിലെ ഡർബനിലാണ് ഗാന്ധിജി ഫിനിക്സ് സെറ്റിൽമെന്റ് ആരംഭിച്ചത്. അടുത്ത ചോദ്യം നോക്കൂ, ദക്ഷിണാഫ്രിക്കയിൽ ഗാന്ധിജി ആരംഭിച്ച വാരിക. ദക്ഷിണാഫ്രിക്കയിൽ ഗാന്ധിജി ആരംഭിച്ച വാരിക ഏതാണ്? ഉത്തരം ഇന്ത്യൻ ഒപ്പീനിയൻ. ദക്ഷിണാഫ്രിക്കയിൽ ഗാന്ധിജി ആരംഭിച്ച വാരികയാണ് ഇന്ത്യൻ ഒപ്പീനിയനും. ഇതേത് വർഷമാണ്? 1904 1904 ഗാന്ധിജി ദക്ഷിണാഫ്രിക്കയിൽ ഇന്ത്യൻ ഒപ്പീനിയൻ എന്ന വാരിക ആരംഭിച്ചത്. അടുത്ത ചോദ്യം നോക്കൂ, ഗാന്ധിജി ദക്ഷിണാഫ്രിക്കയിൽ നിന്നും ഇന്ത്യയിലേക്ക് മടങ്ങി വന്ന വർഷം. പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണിത്. ഗാന്ധിജി ദക്ഷിണാഫ്രിക്കയിൽ നിന്നും ഇന്ത്യയിലേക്ക് മടങ്ങി വന്ന വർഷം. ഉത്തരം ഇതാണ് 1915 ജനുവരി 9. 1915 ജനുവരി 9 ഗാന്ധിജി ദക്ഷിണാഫ്രിക്കയിൽ നിന്നും ഇന്ത്യയിലേക്ക് മടങ്ങി വന്നത്. ഈ ജനുവരി 9 എന്ന ദിവസം ഇന്ത്യയിൽ പ്രവാസി ഭാരതീയ ദിവസമായിട്ട് ആചരിക്കുന്നുണ്ട്. ജനുവരി 9 ഇന്ത്യയിൽ പ്രവാസി ഭാരതീയ ദിവസമായിട്ട് ആചരിക്കുന്നു. 1915 ജനുവരി 9 ഗാന്ധിജി ദക്ഷിണാഫ്രിക്കയിൽ നിന്നും ഇന്ത്യയിലേക്ക് മടങ്ങി വന്നത്. ഓക്കെ, മറക്കാതെ എല്ലാവരും പഠിച്ചു വെച്ചോളൂ. ഇനി നമുക്ക് അടുത്ത ചോദ്യം നോക്കാം. ഗാന്ധിജിയുടെ ഇന്ത്യയിലെ ആദ്യത്തെ സത്യാഗ്രഹം. ഗാന്ധിജിയുടെ ഇന്ത്യയിലെ ആദ്യ സത്യാഗ്രഹം ഏതാണ് അറിയാമോ? ചമ്പാരൻ സത്യാഗ്രഹമാണ്. ഇതേതാണ് വർഷം? 1917 ഗാന്ധിജിയുടെ ഇന്ത്യയിലെ ആദ്യത്തെ സത്യാഗ്രഹം 1917 ചമ്പാരൻ സത്യാഗ്രഹമാണ്. അടുത്ത ചോദ്യം നോക്കാം. ഗാന്ധിജിയുടെ ഇന്ത്യയിലെ ആദ്യത്തെ നിരാഹാര സമരം നടന്നത് എവിടെയാണ്? ഗാന്ധിജിയുടെ ഇന്ത്യയിലെ ആദ്യത്തെ നിരാഹാര സമരം നടന്നത് എവിടെയാണ്? ഉത്തരം അഹമ്മദാബാദ്. ഗാന്ധിജിയുടെ ഇന്ത്യയിലെ ആദ്യത്തെ നിരാഹാര സമരം നടന്നിരിക്കുന്നത് അഹമ്മദാബാദിലാണ്. അടുത്ത ചോദ്യം ഇതാണ്, ഗാന്ധിജി കൈസർ ഇ ഹിന്ദ് എന്ന പദവി ഉപേക്ഷിക്കാൻ കാരണം. ഗാന്ധിജി കൈസർ ഇ ഹിന്ദ് എന്ന പദവി ഉപേക്ഷിക്കാൻ കാരണം എന്തായിരുന്നു? ഉത്തരം ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊല. ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊല കാരണമാണ് ഗാന്ധിജി കൈസർ ഇ ഹിന്ദ് എന്ന പദവി ഉപേക്ഷിച്ചത്. ഇത് 1919 വർഷം ഏതാണ്? 1919. അടുത്ത പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ്, യങ് ഇന്ത്യ, നവജീവൻ എന്നീ വാരികകൾ ആരംഭിച്ചത് ആരാണ്? യങ് ഇന്ത്യ, നവജീവൻ എന്നീ വാരികകൾ ആരംഭിച്ചത്? ഉത്തരം മഹാത്മാഗാന്ധി. മഹാത്മാഗാന്ധി ആരംഭിച്ച വാരികകളാണ് യങ് ഇന്ത്യ, നവജീവൻ എന്നിവ. അടുത്ത ചോദ്യം, ഗാന്ധിജി അധ്യക്ഷനായ ഏക കോൺഗ്രസ് സമ്മേളനം ഏതാണ്? ഗാന്ധിജി അധ്യക്ഷനായ ഏക കോൺഗ്രസ് സമ്മേളനം. ഉത്തരം
1924 ബൽഗാം സമ്മേളനം. 1924 ബൽഗാം സമ്മേളനത്തിലാണ് ഗാന്ധിജി ആദ്യമായിട്ട് കോൺഗ്രസ് അധ്യക്ഷനായത്. 1924 ബൽഗാം സമ്മേളനം ഓർത്തു വെച്ചോളൂ. അടുത്ത ചോദ്യം, 1932 ഓൾ ഇന്ത്യ ഹരിജൻ സമാജിന്റെ സ്ഥാപകൻ ആരാണ്? 1932 ഓൾ ഇന്ത്യ ഹരിജൻ സമാജിന്റെ സ്ഥാപകൻ ആരാണ്? ഉത്തരം മഹാത്മാഗാന്ധി. 1932 ഓൾ ഇന്ത്യ ഹരിജൻ സമാജിന്റെ സ്ഥാപകനാണ് മഹാത്മാഗാന്ധി. വാർധ ആശ്രമം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? വാർധ ആശ്രമം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? ഗാന്ധിജി സ്ഥാപിച്ച വാർധ ആശ്രമം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? ഉത്തരം മഹാരാഷ്ട്ര. മഹാരാഷ്ട്രയിലാണ് വാർധ ആശ്രമം സ്ഥിതി ചെയ്യുന്നത്. ഗാന്ധിജി ഹരിജൻ വാരിക ആരംഭിച്ച വർഷം ഏതാണ്? ഗാന്ധിജി ഹരിജൻ വാരിക ആരംഭിച്ച വർഷം. ഉത്തരം 1933 ആണ്. ഗാന്ധിജി ഹരിജൻ വാരിക ആരംഭിച്ച വർഷമാണ് 1933. അടുത്ത ചോദ്യം നോക്കൂ. ഗാന്ധിജി സുഭാഷ് ചന്ദ്രബോസിനെ വിശേഷിപ്പിച്ചത് എന്താണ്? ഗാന്ധിജി സുഭാഷ് ചന്ദ്രബോസിനെ വിശേഷിപ്പിച്ചത് എന്താണ്? ഉത്തരം ദേശസ്നേഹികളുടെ രാജകുമാരൻ. ദേശസ്നേഹികളുടെ രാജകുമാരൻ എന്ന് സുഭാഷ് ചന്ദ്രബോസിനെ വിശേഷിപ്പിച്ചത് ഗാന്ധിജിയാണ്. അടുത്തത്, ഗാന്ധിജിയെ അർദ്ധനഗ്നനായ ഫക്കീർ എന്ന് വിശേഷിപ്പിച്ചത് ആരാണ്? ഗാന്ധിജിയെ അർദ്ധനഗ്നനായ ഫക്കീർ എന്ന് വിശേഷിപ്പിച്ചത് ആരാണ്? ഉത്തരം വിൻസ്റ്റൺ ചർച്ചിൽ. വിൻസ്റ്റൺ ചർച്ചിലാണ് ഗാന്ധിജിയെ അർദ്ധനഗ്നനായ ഫക്കീർ എന്ന് വിശേഷിപ്പിച്ചിരിക്കുന്നത്. അടുത്ത ചോദ്യം നോക്കൂ. ഗാന്ധിജിയെ മഹാത്മാ എന്ന് അഭിസംബോധന ചെയ്തത് ആരാണ്? ഗാന്ധിജിയെ മഹാത്മാ എന്ന് അഭിസംബോധന ചെയ്തത് ആരാണ്? ഉത്തരം ടാഗോർ. ടാഗോർ ആണ് ഗാന്ധിജിയെ മഹാത്മാ എന്ന് അഭിസംബോധന ചെയ്തിരിക്കുന്നത്. ടാഗോറിനെ ഗുരുദേവ് എന്ന് അഭിസംബോധന ചെയ്തത് ആരാണ്? ടാഗോറിനെ ഗുരുദേവ് എന്ന് അഭിസംബോധന ചെയ്തത് ആരാണ്? ഉത്തരം ഗാന്ധിജിയാണ്. ടാഗോറിനെ ഗുരുദേവ് എന്ന് അഭിസംബോധന ചെയ്തിരിക്കുന്നത് ഗാന്ധിജി. ഗാന്ധിജിയെ മഹാത്മാ എന്ന് അഭിസംബോധന ചെയ്തത് ടാഗോർ. അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോവാതെ കറക്റ്റ് ആയിട്ട് പഠിച്ചോളൂ കേട്ടോ. അടുത്ത ചോദ്യം നോക്കൂ. ഗാന്ധിജിയുടെ രാഷ്ട്രീയ ഗുരു ആരാണ്? ഗാന്ധിജിയുടെ രാഷ്ട്രീയ ഗുരു. ഉത്തരം ഗോപാലകൃഷ്ണ ഗോഖലെ. ഗാന്ധിജിയുടെ രാഷ്ട്രീയ ഗുരു പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ്. ഗാന്ധിജിയുടെ രാഷ്ട്രീയ ഗുരു ആരാണ്? ഗോപാലകൃഷ്ണ ഗോഖലെയാണ്. അടുത്ത ചോദ്യം നോക്കാം. ഗാന്ധിജിയുടെ ആത്മീയ ഗുരു ആരാണ്? ഗാന്ധിജിയുടെ ആത്മീയ ഗുരു. ഉത്തരം ലിയോ ടോൾസ്റ്റോയ്. ലിയോ ടോൾസ്റ്റോയ് ആണ് ഗാന്ധിജിയുടെ ആത്മീയ ഗുരു. ഇനി അടുത്ത ചോദ്യം നോക്കാം. ഗാന്ധിജി കൊല്ലപ്പെട്ട വർഷം. ഗാന്ധിജി കൊല്ലപ്പെട്ട വർഷം ഏതാണ്? ഉത്തരം 1948 ജനുവരി 30. ഗാന്ധിജി കൊല്ലപ്പെട്ട വർഷമാണ് 1948 ജനുവരി 30. ഗാന്ധിജിയെ വെടിവെച്ച വ്യക്തി ആരാണ്? ഗാന്ധിജിയെ വെടിവെച്ച വ്യക്തി ആരാണ്? ഉത്തരം നാഥുറാം വിനായക് ഗോഡ്സെ. നാഥുറാം വിനായക് ഗോഡ്സെ എന്ന വ്യക്തിയാണ് ഗാന്ധിജിയെ വെടിവെച്ചത്. അടുത്ത ചോദ്യം. തകർന്നുകൊണ്ടിരിക്കുന്ന ബാങ്കിലെ പിൻതീയതിയിട്ട ചെക്ക് എന്ന് ഗാന്ധിജി വിശേഷിപ്പിച്ചത് എന്തിനെയാണ്? തകർന്നുകൊണ്ടിരിക്കുന്ന ബാങ്കിലെ പിൻതീയതിയിട്ട ചെക്ക് എന്ന് ഗാന്ധിജി വിശേഷിപ്പിച്ചത് എന്തിനെയാണ്? ഉത്തരം ക്രിപ്സ് മിഷനെ. ക്രിപ്സ് മിഷനെയാണ് ഗാന്ധിജി തകർന്നുകൊണ്ടിരിക്കുന്ന ബാങ്കിലെ പിൻതീയതിയിട്ട ചെക്ക് എന്ന് വിശേഷിപ്പിച്ചത്. ഇത് 1942 ബാബ ആംതെയ്ക്ക് അഭയ് സാധക് എന്ന വിശേഷണം നൽകിയത് ആരാണ്? ബാബ ആംതെയ്ക്ക് അഭയ് സാധക് എന്ന വിശേഷണം നൽകിയത് ആരാണ്? ഉത്തരം മഹാത്മാഗാന്ധി. ബാബ ആംതെയ്ക്ക് അഭയ് സാധക് എന്ന വിശേഷണം നൽകിയിരിക്കുന്നത് മഹാത്മാഗാന്ധിയാണ്. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിൽ ഗാന്ധിയൻ യുഗം എന്നറിയപ്പെട്ട കാലയളവ് ഏതാണ്? ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിൽ ഗാന്ധിയൻ യുഗം എന്നറിയപ്പെട്ട കാലയളവ് ഏതാണ്? ഉത്തരം 1919 മുതൽ 1947 വരെയാണ് ഗാന്ധിയൻ യുഗം എന്നറിയപ്പെടുന്നത്. 1919 മുതൽ 1947 വരെ. അടുത്ത ചോദ്യം ഇതാണ്.
ഇന്ത്യയിൽ ഗാന്ധിജിയുടെ മൂന്നാമത്തെ സത്യാഗ്രഹം ഏതാണ്? ഇന്ത്യയിൽ ഗാന്ധിജിയുടെ മൂന്നാമത്തെ സത്യാഗ്രഹം ഏതാണ്? ഉത്തരം ഗേദ സത്യാഗ്രഹം. ഗാന്ധിജിയുടെ മൂന്നാമത്തെ സത്യാഗ്രഹമാണ് ഗേദ സത്യാഗ്രഹം. ഇന്ത്യയിൽ ഗാന്ധിജിയുടെ മൂന്നാമത്തെ സത്യാഗ്രഹം ഗേദ സത്യാഗ്രഹം. ഗാന്ധിജിയുടെ ആത്മകഥയുടെ യഥാർത്ഥ പേരെന്താണ്? ഗാന്ധിജിയുടെ ആത്മകഥയുടെ യഥാർത്ഥ പേര്. ഉത്തരം സത്യനാ പ്രയോഗോ. സത്യനാ പ്രയോഗോ എന്നാണ് ഗാന്ധിജിയുടെ ആത്മകഥയുടെ യഥാർത്ഥ പേര്.